നമസ്കാരം. ജയശങ്കർ, വള്ളൂനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ജിതേഷ് നായർ, 32 വയസ്സ്, 5'6" ഹൈറ്റ്, 62 സെൻറ്റിമീറ്റർ kg വെയിറ്റ്, അശ്വതി നക്ഷത്രം, BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, IIT മുംബൈ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു പവായിൽ. അപ്പോൾ IIT പവായിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് റിട്ടയറായ ഗോപകുമാർ നായർ, ജ്യോതി അമ്മ. മുംബൈ താനെയിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു സ്പോർട്സ്മാൻ കൂടിയാണ്. ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, സ്നൂക്കർ ഇതെല്ലാം കളിക്കുന്ന ഒരു സ്പോർട്സ്മാൻ കൂടിയാണ്. താല്പര്യമുള്ള പെൺകുട്ടികളുടെ, അതായത് ബോംബെയിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വള്ളൂനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വീട്ടിൽ വിവാഹപ്രായം എത്തിയ കുട്ടികൾ ഉള്ള അവസരത്തിൽ പൊതുവെ അച്ഛനമ്മമാർ കുറച്ച് വറീഡായിട്ടാണ് കാണുന്നത്. ഏത് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യണം, പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാക്കണം, ഏത് ജോൽസിനെ കൊണ്ട് നോക്കിക്കണം, ആകെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിന് എങ്ങനെ ആ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത്, വിവാഹപ്രായം എത്തിയ മക്കളുമായി അച്ഛനമ്മമാർ നന്നായിട്ട് സംസാരിക്കുക. നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വിവാഹ അഭിപ്രായങ്ങൾ കേൾക്കുക. എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്, ഏത് സ്ഥലത്തുനിന്ന് നോക്കണം, എത്ര ക്വാളിഫിക്കേഷൻ നോക്കണം, ഏതുവരെ നമുക്ക് പോകാൻ പറ്റും, ജോലി എവിടെയായിരിക്കണം, ഹൈറ്റ്, വെയിറ്റ്, എല്ലാ കാര്യങ്ങളെപ്പറ്റി അവർക്ക് നല്ല അഭിപ്രായങ്ങളുണ്ടാവും. അതെല്ലാം അച്ഛനമ്മമാർ മനസ്സിലാക്കുക. രണ്ടാമത്, നല്ലൊരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ ഒരു വഴിപാട് ഒരുക്കുന്ന പോലെ ആവരുത്. നല്ല കൃത്യത വേണം എല്ലാ കാര്യങ്ങളിലും. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസി കൊടുക്കണം. ഏത് സ്കൂളിൽ പഠിച്ചു, ഏത് കോളേജിൽ പഠിച്ചു, എന്താണ് സബ്ജക്റ്റ്, ഏതുവരെ പഠിച്ചു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് തന്നെ അതിൽ എഡ്യൂക്കേഷൻ പറ്റി കാട്ടണം. ഹോറോസ്കോപ്പിനെ പറ്റി കഴിയാവുന്നത്ര കുറച്ച് വിവരങ്ങൾ കാട്ടേണ്ട കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, ഈ 3 കാര്യങ്ങൾ കാട്ടുക. അത് കാട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും ബാക്കി കാര്യങ്ങളൊക്കെ. നാള് വേണമെങ്കിൽ, സ്റ്റാർ വേണമെങ്കിൽ ചേർക്കാം. ഇതാണ് ഹോറോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർക്കേണ്ടത്. പിന്നെ നമ്മളുടെ ജോലി, അച്ഛൻ അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത്, സഹോദരങ്ങളുടെ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഹൈറ്റ്, വെയിറ്റ്, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ, അതായത് ഡയറ്റൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്, വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് അതിൽ എഴുതി ചേർക്കണം. അതിനുശേഷം നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, ധർമ്മദൈവങ്ങളുടെ അവിടെ പോയി ഒന്ന് നന്നായിട്ട് തൊഴുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ പോകാൻ പറ്റുന്നില്ലെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരോട് കൃത്യമായിട്ട് ചോദിക്കുക, ഏകദേശം എത്ര പ്രൊഫൈലൊക്കെ തരും, ഒരു അപ്രോക്സിമേറ്റ്, എക്സാക്ട് കൗണ്ടൊന്നും പറയാൻ പറ്റില്ല, ബട്ട് അവർക്ക് പറയാൻ പറ്റും ഇത്രയൊക്കെ തരാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഏകദേശമൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക. ഒരു 2-3 ആളെങ്കിലും അവരെ പറ്റി ഒരു നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യുക. അതെവിടെയായാലും കുഴപ്പമില്ല. എല്ലാവരും ബേസിക്കലി നല്ലവർ തന്നെയാണ്. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് സൂട്ടബിളായ പ്രൊഫൈൽ കിട്ടാത്തത് കൊണ്ട് അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർ പ്രൊഫൈലുകൾ തരും. ആ പ്രൊഫൈലുകൾ കണ്ടു കഴിഞ്ഞാൽ മകൾക്ക് അല്ലെങ്കിൽ മകനെ കാട്ടിക്കൊടുക്കുക. അവരോട് നന്നായിട്ട് പഠിക്കാൻ പറയുക ആ പ്രൊഫൈലൊക്കെ. അതായത് എഡ്യൂക്കേഷൻ, ഹൈറ്റ്, വെയിറ്റ്, ജോലി, ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ജാതകം നോക്കണം എന്നുണ്ടെങ്കിൽ ജാതകം നോക്കുക. ജാതകമൊക്കെ നോക്കി ഓക്കെ ആക്കി, ഫോട്ടോ ഒക്കെ കണ്ടു, എല്ലാം എവറിത്തിങ് ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വാട്സാപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക.
അവർ തമ്മിൽ ഒരു 10 ദിവസമെങ്കിലും നന്നായിട്ടൊന്ന് സംസാരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും വിശദമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. വിശദമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചോദിക്കണം. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ, അവരെവിടെ ജോലി ചെയ്തിരുന്നു, അവരെവിടെ താമസിക്കുന്ന എല്ലാ കാര്യങ്ങളും. സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങൾ, ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എഡ്യൂക്കേഷൻ. പഠിച്ചത് എവിടെയാണ്, എന്തൊക്കെയാണ് പഠിപ്പുണ്ടായിരുന്നത്, അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അത് നന്നായിട്ട് വെരിഫൈ ചെയ്യണം. അടുത്തത് ജോലി സ്ഥലം എവിടെയാണ്, എന്താണ് ജോലി, എന്താണ് ഡെസിഗ്നേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കണം. കാരണം ഞാൻ ഇവിടെ ഈ ഡിവോഴ്സ് കേസുകളൊക്കെ വരുമ്പോൾ പല കേസുകളിലും മെഡിസിൻ ആണ് ഒരു താരം. അപ്പോൾ ഈ മെഡിസിൻ ഒരു വില്ലനാവുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് പറയുന്നത്. അടുത്തത് അമിതമായ ലോണുകൾ, ബാങ്കിങ് ലോൺസ്, EMI എത്രയുണ്ടെന്ന് ചോദിക്കണം. EMI 1000 രൂപ ഉണ്ടെങ്കിൽ 1,00,000 രൂപ ലോൺ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആവശ്യത്തിൽ കൂടുതൽ ലോണുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നാളേക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്. അപ്പോൾ ഇതെല്ലാം നന്നായി മനസ്സിലാക്കി പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം. പെണ്ണ് കാണൽ വീട്ടിൽ നടത്തുന്നതിന് മുന്നോടിയായി പുറത്ത് വെച്ച് കാണുക. പുറത്ത് വെച്ച് കണ്ട് ഈ വക കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് സംസാരിക്കുക. നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം മതി പെണ്ണ് കാണൽ ചടങ്ങ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് റിട്ടയർഡായ അച്ഛനമ്മമാർ, കുട്ടികളുടെ ദാമ്പത്യ ബന്ധം എല്ലാം നല്ല ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.